ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചന ഭാഗം. ഈശോ 72 ശിഷ്യന്മാരെ അയക്കുന്നതാണ് ഇന്നത്തെ പ്രമേയം. തിരുസഭയിൽ നിന്ന് കർത്താവിൻ്റെ 72 ശിഷ്യന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഈശോ അവരെ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് അയക്കുന്നതും അവർ മടങ്ങി വന്ന് ഈശോയ്ക്ക് നന്ദി പറയുന്നതുമൊക്കെ തിരുവചനത്തിലൂടെ വായിച്ചറിയുമ്പോൾ ആ ധന്യവിശുദ്ധിയിലൂടെ സഭാ ആരാമത്തെ കെട്ടിപ്പടുക്കുവാൻ ദൈവം അവരെ ഉപയോഗിച്ച വലിയ കൃപയുടെ നിമിഷങ്ങളെ ഓർത്ത് അവരോടൊത്ത് നന്ദി പറയുവാനും അവരുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാനും തിരുസഭ നമ്മളെ ഒരുക്കുകയും. ഈശോ 72 ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ട്. ഇതാ, നിങ്ങളെ ഞാൻ ഈ ലോകത്തിലേക്ക് സുവിശേഷ ദൂതുമായിട്ട് അയക്കുകയാണ്. സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം നിങ്ങൾ. സുവിശേഷ വൃത്തി ഒരുവൻ ചെയ്യുമ്പോൾ അതിൽ പുലർത്തേണ്ട ആത്മാർത്ഥത അവിടുത്തെ വാക്കുകളിൽ സ്ഫുരിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും ദൈവസന്നിധിയിലേറെ വിലയുണ്ട് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭവനത്തിന് നിങ്ങൾ സമാധാനം ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ വസിക്കും. ഇല്ല എങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങും. വെറും ഒരു വിഷിങ് അല്ല, അല്ലെങ്കിൽ ഒരു ഹായ് പറച്ചിലല്ല സമാധാനമെന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ എത്രയോ വട്ടം വൈദികൻ നമ്മുടെ നേരെ തിരിഞ്ഞ് നമുക്ക് ആശീർവാദം നൽകുന്നുണ്ട്. നിങ്ങളുടെ സമാധാനമെന്ന് അതൊക്കെ അതിൻ്റെ നന്മയിൽ പുണ്യത്തിൽ സംശീകരിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവം എത്രയോ വട്ടം നമ്മളെ യേശുവിൻ്റെ വിശുദ്ധ സാന്നിധ്യത്താൽ സ്വരൂപത്താൽ അനുഗ്രഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ സമാധാനത്തിൻ്റെ പുത്രന്മാരെ നിങ്ങൾ ആശീർവദിക്കുമ്പോൾ നിങ്ങളുടെ സമാധാനം അവരിൽ വസിക്കും. ഇല്ലെങ്കിൽ ആ സമാധാനം നിങ്ങളിൽ നിന്ന് നിങ്ങളെ വചനം പറയുമ്പോൾ സ്വീകരിക്കുന്നവരെ ദൈവം സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കും. നിങ്ങളെ തള്ളി പറയുന്നവരെ, നിങ്ങളുടെ വചനം സ്വീകരിക്കാത്തവരുടെ ഭവനത്തിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ നിങ്ങളുടെ കാലിൽ തട്ടിയ പൊടി പോലും തട്ടിക്കളയണം. ഒരു ദിവസത്തിൽ സൊദോം ഗൊമോറ ദേശങ്ങളെക്കാൾ, ടൈർ സീദോൻ ദേശങ്ങളെക്കാൾ ഈ ഭവനങ്ങളുടെ വിധി കൂടുതൽ ദയനീയമായിരിക്കുമെന്ന് ഈശോ. കർത്താവിൻ്റെ വചനത്തിന് ചെവി ഓർക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അത് പ്രയോജനപ്പെടുത്താതെ തള്ളിക്കളയുമ്പോൾ നമുക്ക് ഈ വചനത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കണം. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയേറെ വളർന്നിരിക്കുന്നൊരു സാഹചര്യത്തിൽ എത്രയേറെ സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ തിരുസഭ തുറന്നു വെച്ചിരിക്കുകയാണ്. എത്രയേറെ TV ചാനലുകൾ തിരുസഭ വ്യത്യസ്തങ്ങളായ രീതിയിൽ നടത്തുന്നു. എത്രയേറെ വൈദികരും സന്യസ്തരും ആത്മായ സഹോദരങ്ങളുമൊക്കെ വചന പ്രഘോഷണ രംഗത്ത് യൂട്യൂബിലൂടെയും ബ്ലോഗുകളിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഒക്കെ സന്ദേശങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ എത്രമാത്രം ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു എന്നത് ഗൗരവത്തോടെ നമ്മൾ കാണുന്നു. വിശുദ്ധ ബൈബിളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകപ്പെടുന്ന വ്യത്യസ്തങ്ങളായ മറ്റു ഉദാശകളിലൂടെ എല്ലാം ഈശോ നമ്മളോട് നിരന്തരം സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നു എന്ന് ഗൗരവത്തോടെ ചിന്തിക്കാം. ആ വചനത്തെ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ പേരിൽ ഞാനും നിങ്ങളുമൊക്കെ സൊദോം ഗൊമോറ പട്ടണങ്ങൾ പോലെ ശപിക്കപ്പെട്ട മക്കളാക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം പ്രിയപ്പെട്ടവരെ, ഈ 72 പേരെ ഈശോ അയച്ചതുപോലെ നമ്മയും അവൻ അയക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. നമുക്കുമുണ്ട് ഉത്തരവാദിത്വം. ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈശോയെ പ്രഘോഷിക്കാനുള്ള ഉത്തരവാദിത്വം. അത് സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ ആകാം, യൂട്യൂബ് ചാനലുകളിലൂടെ ആകാം, അതല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മറ്റെന്തെങ്കിലും അവസരങ്ങളിലൂടെ ആകാം. IT മേഖലയിലൊക്കെ
ദൈവം ഒരുപാട് സാധ്യതകൾ തുറന്നു വെക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളുമൊക്കെ മുന്നിട്ട് വരുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കഴിവുള്ള പോലെ നമുക്ക് കിട്ടുന്ന ആശംസകൾ, നമ്മുടെ സ്റ്റാറ്റസ്, ഇതൊക്കെ ആത്മീയ ചൈതന്യത്തോടെ ഒന്ന് പങ്കുവയ്ക്കാനൊക്കെ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നന്മയുടെ മക്കളായിട്ട് തീരാൻ, വചനം പ്രഘോഷിക്കുന്നവരായി മാറാൻ, വചനത്തിന് വില കൊടുക്കുന്നവരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഈശോയുടെ ശിഷ്യന്മാർ കടന്നു വന്നപ്പോൾ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചതിൻ്റെ സന്തോഷം പ്രവർത്തിച്ചപ്പോൾ ഈശോയോട് പറഞ്ഞത്, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. വചനം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്ന് പറഞ്ഞ പൗലോസ്ലീഹയുടെ വാക്കിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാം. നമ്മെ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറായിട്ടുണ്ട്. വചനം നാവിലൂടെ അന്യർക്ക്, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ, സന്തോഷം കണ്ടെത്താൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും